വിവേകിനെ പൊതുലോകത്തേക്ക് പിച്ചവെക്കുവാൻ കൈപിടിച്ച സേവാഭാരതി. PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുവാൻ വേണ്ട ഫീസ് അടയ്ക്കുവാൻ സഹായിക്കണമെന്ന് പറഞ്ഞാണ് വിവേക് മാവേലിക്കര സേവാഭാരതി പ്രവർത്തകർക്ക് അപേക്ഷ നൽകാനെത്തിയത്. ഇത് അന്വേഷിക്കുവാനെത്തിയ സേവാഭാരതി പ്രവർത്തകർ കണ്ടത് കരളലിയിക്കുന്ന കാഴ്ചയാണ്. അരയ്ക്ക് താഴെ കാലിന്റെ സ്ഥാനത്ത് 2 മാംസഭാഗങ്ങൾ മാത്രമുള്ള യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള വിവേകിനെയും അനുജനെ പൊന്നുപോലെ നോക്കുന്ന സഹോദരൻ വിപിനുമാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. അവിടെ വെച്ച് മാവേലിക്കര സേവാഭാരതി പ്രവർത്തകർ തന്റെ ഭാവി ലക്ഷ്യങ്ങൾ പിന്തുടരാൻ പ്രിയ വിവേകിന് ചലനാത്മകതയും സ്വാതന്ത്ര്യവുമുള്ള ആധുനിക ആർട്ടിഫിഷ്യൽ കാലുകൾ നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചു. ചങ്ങനാശ്ശേരി ആസ്ഥാനമായ സ്ഥാപനം കഴിഞ്ഞ മാസം വിവേകിന്റെ കാലുകളുടെ അളവെടുക്കുകയും ഏകദേശം 2.5 ലക്ഷം രൂപ ചിലവ് വരുന്ന കൃത്രിമ കാലുകൾ ഇന്ന് വിവേകിന് പരീക്ഷണാടിസ്ഥാനത്തിൽ നൽകുകയും ചെയ്തു. അടുത്ത 2 ആഴ്ച ഈ കാലുകൾ ഉപയോഗിച്ച് പ്രിയ വിവേക് പുതുലോകത്തേക്ക് പിച്ചവെച്ച് നടക്കുവാൻ പരിശീലിക്കുകയാണ്. ജന്മന കാലുകളില്ലാതെ ജനിച്ച വിവേകിനോട് വിധി വീണ്ടും ക്രൂരത കാട്ടി. ചെറുപ്പകാലത്ത് തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുഞ്ഞു വിവേകിന് പിന്നീട് താങ്ങും തണലുമായി നിന്നത് കാറ്ററിംഗ് ജോലിക്ക് പോയി അനിയനെ സംരക്ഷിക്കുന്ന സഹോദരൻ വിപിനാണ്. മാവേലിക്കര മുനിസിപ്പാലിറ്റി 7-ാം വാർഡിൽ 200 സ്ക്വയർ ഫീറ്റ് ഒറ്റമുറി വീട്ടിൽ ഇച്ഛാശക്തിയോടെ BA ഇംഗ്ലീഷ് പാസ്സായ വിവേകിന്റെ ലക്ഷ്യം ഒരു സർക്കാർ ജോലിയാണ്. അതിനുള്ള ചുവടുവയ്പ്പിനാണ് സേവാഭാരതിയുടെ സഹായത്തോടെ ഇപ്പോൾ വിവേക് പിച്ചവെച്ച് തുടങ്ങിയത്. വിവേകിന് തന്റെ സ്വപ്നങ്ങൾ ചിറക് വിരിച്ച് പുതിയ ലോകത്തേക്ക് പറന്നു നടക്കുവാൻ കൃത്രിമക്കാലുകൾ മാത്രമല്ല, യാത്ര ചെയ്യാനുള്ള ആധുനിക രീതിയിലുള്ള മുച്ചക്ര വാഹനവും നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് മാവേലിക്കര സേവാഭാരതി. മുന്നിലുള്ള ഏത് പ്രതിബന്ധങ്ങളെയും മറികടക്കുവാൻ ആവശ്യമായ പ്രത്യാശയും പ്രോത്സാഹനവും നൽകുന്ന സേവാഭാരതിയുടെ ഈ പ്രവർത്തനത്തിന് 140 ന്യൂസിന്റെ ആശംസകൾ. ഇതുണ്ടാവും പിന്നെ ഇതെല്ലാം നല്ല ഫാസ്റ്റായിട്ട് ഓടിക്കണം. പിന്നെ വെച്ചിട്ട് ഈ സ്കൂക്ക് നല്ല സ്റ്റീൽ അടിക്കുമല്ലോ അല്ലേ? അതെ, അല്ല നല്ല സ്റ്റീൽ അടിക്കണം, തുരുമ്പിക്കത്തൊന്നുമില്ലല്ലോ. അത് നമ്മളത് അങ്ങനെ അയക്കാണ്ട് തന്നെ നമ്മൾ അറിയുന്നത് അതെ അതെ ഞങ്ങളുടെ ഒരു വലിയ സ്വപ്നം സാക്ഷാത്കരിക്കുക. എന്ന് നിന്നെ കാണാൻ വന്നു അന്ന് തൊട്ട് മോൻ നടക്കുന്ന സ്വപ്നം കൊണ്ട് കിടക്കുക ഞങ്ങൾ. താങ്കൾ എത്ര ദിവസം മനസ്സിൽ അല്ല പുള്ളി, എന്നാലും പുള്ളി എപ്പോഴാണ് ട്രൈ ചെയ്ത് നോക്കേണ്ടത്? തന്നെ അതും കളയാം. അവൻ്റെ വീടിൻ്റെ അവിടെ ഇത് ശരിയാവൂ? അതെ അതെ അവന് ഓർഡിനറി ഷൂ തന്നെ അല്ലേ? ഇപ്പം നമ്മളെന്ന് പറഞ്ഞാൽ അവൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മറ്റൊരാൾക്ക് ഇതൊരു ഇതായിട്ട് വരും. മടക്കാൻ പറ്റുമോ നോക്കി. പോകുന്നതാണ് 2 ദിവസം